ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കത്തോലിക്കാനാണോടാ? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആർ സി ആണോ? മലങ്കര സഭയ്ക്ക് യാതൊരു സ്ഥാനവുമില്ലാതെ കിട്ടിയത് മുഴുവൻ ആർ സിക്കും കത്തോലിക്കർക്കും മാത്രം. തീർച്ചയായിട്ടും മന്ത്രിയാവേണ്ട മാത്യു കുഴൽനാടനും അതുപോലെ ചാണ്ടി ഉമ്മനെ പോലുള്ളവരെ തഴഞ്ഞിട്ട് മാത്യു കുഴൽനാടനൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ മാസപ്പടി കേസിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ആദ്യ സമയങ്ങളിൽ മുന്നിട്ട് നിന്നതും ആ നേതാവിനെ ഒരു MLA സ്ഥാനം മാത്രം കൊടുത്ത് അവഗണിക്കുന്നു. ചാണ്ടി ഉമ്മനെ അവഗണിക്കുന്നു. കിട്ടിയ മന്ത്രിമാരെല്ലാം ക്രൈസ്തവ സഭയിൽ നിന്ന് കിട്ടിയ മന്ത്രിമാരെല്ലാം ആർ സിക്കാര്. തീർച്ചയായിട്ടും ഇപ്പോൾ KPCC പ്രസിഡന്റിന്റെ പരിഗണന വരികയാണ്. അവിടെ നിൽക്കുന്ന രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഒന്ന് ആന്റോ ആന്റണിയും ഒന്ന് ജോസഫ് വാഴക്കൽ. ജോസഫ് വാഴക്കൽ എന്നൊക്കെ പറയുന്നത് മറ്റേ DICയുടെ കൂടെ പോയ ഇങ്ങനെ പോലുള്ള, ഞാൻ പറയുന്നില്ല കൂടുതൽ, ഇത്രയും വായ്നോക്കികളെയൊക്കെ ആക്കാതെ തീർച്ചയായിട്ടും മാത്യു കുഴൽനാടനെ പോലുള്ള അതിശക്തനായ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ കോൺഗ്രസിന് ആവശ്യമുണ്ട്, UDF ആവശ്യമുണ്ട്. പലരും ചോദിക്കും നീ ആരാടാ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ, നിനക്കെന്താടാ കോൺഗ്രസുകാരായിട്ട് ബന്ധം? തീർച്ചയായിട്ടും സുഹൃത്തെ, ഞാൻ പറയുകയാണ്, ഞാൻ ഒരു ഒപ്പീനിയൻ പറയുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഞാനൊരു റോസ്റ്ററോ എന്റർടൈനറോ അല്ലെങ്കിൽ അറിവ് പകർന്നു കൊടുക്കുന്ന ആളോ ഒന്നുമല്ല. അത് മനസ്സിലാക്കുക. ഒരു ഒപ്പീനിയൻ പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം. അതിനകത്ത് ആർക്കും എതിർക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ കേരളത്തിന് സംഭാവന നൽകിയത് മലങ്കര കത്തോലിക്ക സഭകളാണ്. തീർച്ചയായിട്ടും ഓർത്തഡോക്സ്, യാക്കോബ, മർത്തോമ, ഇവാഞ്ചലിക്കൽ പോലുള്ള സഭകളാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ടും ഇവർക്ക് യാതൊരു പരിഗണനയും കൊടുത്തില്ലെന്ന് മാത്രമല്ല, KPCC പ്രസിഡന്റായിട്ടിരുന്ന സണ്ണി ജോസഫിനെ ആർ സിക്കാരനെ മന്ത്രിയാക്കുന്നു. അതുപോലെ UDFന്റെ മറ്റൊരു മന്ത്രി ആർ സി. ഘടകകക്ഷികൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ജോസഫിന്റെ മന്ത്രിമാരായാലും ചീഫ് വിപ്പ് ആയാലും ഈ പറഞ്ഞ മറ്റ് മന്ത്രിസഭകളെല്ലാം ഈ കത്തോലിക്ക